റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റീഫോം യുകെയുടെ വിജയം ഭരണപക്ഷത്തെയും അതുപോലെ തന്നെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിയെയും കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കാലിനടിയിലെ മണ്ണ് ഇളകി ഒലിക്കുന്നതിന്റെ അങ്കലാപ്പിലാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ. റീഫോം യുകെ നേടുന്ന ജനസമിതി യുകെയിലേക്ക് കുടിയേറിയവരെയും കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥി വിസയിലെത്തിയ മലയാളികളും കടുത്ത ആശങ്കയിലാണ്. റീഫോം യുകെ മുന്നേറ്റത്തെ തടയിടുവാൻ കുടിയേറ്റ നയം രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടികൾ അഭിമുഖീകരിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി വിസയിലെത്തിയവരാണെന്ന വാർത്ത മലയാളം യുകെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളുടെ പേരിൽ ജനപിന്തുണയിൽ പിന്നോട്ടുപോയ ലേബർ ഗവൺമെന്റ് എന്തൊക്കെ നടപടികളാണ് പുതുതായി സ്വീകരിക്കുകയെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏറ്റവും പുതുതായി ശൈത്യകാല ഇന്ധന പേയ്മെന്റ് വെട്ടിക്കുറയ്ക്കൽ നടപടിയിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോകുമെന്ന സൂചനകളും പുറത്തുവന്നു കഴിഞ്ഞു. ശൈത്യകാല ഇന്ധന പേയ്മെന്റുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള നടപടി നേരത്തെ വിവിധ തലങ്ങളിൽ ഒട്ടേറെ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഡാർട്ട്മൂറിൽ കാട്ടുതീയെ തുടർന്ന് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നു. ഏകദേശം 12,500 ഏക്കർ കാട് നശിച്ചതായിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. ഞായറാഴ്ച ആരംഭിച്ച തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുവാനുള്ള കഠിന പരിശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ച് കാട്ടുതീയിൽ പരിക്കുകളോ കാണാതായതോ സംബന്ധിച്ച ആശങ്കകളൊന്നുമില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ഫയർഫോഴ്സ് അന്വേഷിച്ചു വരികയാണെന്ന് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. വരണ്ട കാലാവസ്ഥയും കാട്ടുതീ പടർന്നു പിടിക്കുവാൻ കാരണമായതായി പറയുന്നു. തീപിടുത്തമുണ്ടായ സ്ഥലത്ത് റോഡ് ഗതാഗതം സാധ്യമല്ലാതിരുന്നത് ദൗത്യം ദുഷ്കരമാക്കുന്നതിന് കാരണമായി. ഡെവൻ ആൻഡ് കോൺവാൾ പോലീസ് പ്രദേശത്ത് സഞ്ചരിക്കുന്ന ആളുകൾ പുകയുടെ അളവ് വർദ്ധിക്കുന്നതിനെക്കുറിച്ചും റോഡിലെ ദൃശ്യം കുറയുവാനുള്ള സാധ്യതകളെക്കുറിച്ചും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പറയുന്നു. ഏപ്രിൽ 30 യുകെയിൽ 24 ലോക്കൽ കൌൺസിലുകളിലേക്കും 6 മേയർ സ്ഥാനങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അലയൊലികൾ യുകെ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുമെന്നതാണ് ഉറപ്പായിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ റീഫോം യുകെ വൻ മുന്നേറ്റമാണ് നടത്തിയത്. കൂടാതെ MP സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയുടെ സീറ്റും റീഫോം യുകെ പിടിച്ചെടുത്തിരുന്നു. ഭരണപക്ഷമായ ലേബർ പാർട്ടിയും മുഖ്യ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും തങ്ങളുടെ അടിവേരുകൾ ഇളകുന്നതിന്റെ തിരിച്ചറിവിലാണെന്ന് അവരുടെ തന്നെ പ്രതിനിധികളിൽ നിന്നും മനസ്സിലാക്കാം. റീഫോം യുകെ ഭാവിയിൽ അധികാരത്തിലെത്തിയാൽ യുകെ മലയാളികളെയും അതിലുപരി യുകെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെയും എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലുപരി നിലവിലെ സാഹചര്യങ്ങൾ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഫലം തിരികൊളുത്തുമെന്നും പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുവാൻ തീരുമാനമായി. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഭീഷണി കണക്കിലെടുത്ത എല്ലാ സംസ്ഥാനങ്ങളോടും മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. മെയ് 7 ബുധനാഴ്ച രാജ്യത്തുടനീളം മോക്ക് ഡ്രില്ലുകൾ നടത്തുവാനാണ് തീരുമാനം. 1971 രാജ്യത്ത് അവസാനമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ആ വർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാവുകയും ചെയ്തു. സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വിലയിരുത്തുവാനും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവയുടെ ശേഷി വർദ്ധിപ്പിക്കുവാനുമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. സിവിൽ ഡിഫൻസ് സംവിധാനങ്ങളായ പോലീസ് സേനാംഗങ്ങൾ, പാരാമിലിറ്ററി അംഗങ്ങൾ, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, ഹോം ഗാർഡുകൾ, NCC കേഡറ്റുകൾ, NSS വോളണ്ടിയേഴ്സ്, ആംബുലൻസ്, ആശുപത്രി വിദ്യാർത്ഥികൾ എന്നിവർ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാകും. വേടന്റെ വിവാദശരങ്ങളേറ്റ് റേഞ്ച് ഓഫീസർ തെറിച്ചു. റാപ്പ് ഗായകൻ വേടനെ പുലിപ്പല്ലുമായി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഉയർന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കോടനാട് ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ R. രതീഷിനെ സ്ഥലം മാറ്റുവാൻ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉത്തരവിട്ടു. അദീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്കാണ് സ്ഥലം മാറ്റിയത്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പരസ്യമാക്കിയതിനാണ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വേടനെതിരെ വനം വകുപ്പ് അനാവശ്യ തിടുക്കം കാട്ടിയാണ് നടപടിയെടുത്തതെന്ന് തുടക്കം മുതൽ അഭിപ്രായം ഉയർന്നിരുന്നു. തുടർന്ന് വനം വകുപ്പ് മന്ത്രി തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട റാപ്പറിനെതിരെ സ്വീകരിച്ച നിയമ നടപടികളിൽ റേഞ്ച് ഓഫീസർക്ക് പിഴവുണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടാണ് വനം വകുപ്പ് സെക്രട്ടറി മന്ത്രിക്ക് നൽകിയത്. ആര് തലകുത്തി നിന്നാലും 3ാം തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവില്ലെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായി വയനാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുരളീധരൻ. സ്ത്രീകളുടെ കണ്ണീർ വീഴ്ത്തിയ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ആശാ വർക്കർമാർ 90 ദിവസമായി സമരം നടത്തിയിട്ടും 1 രൂപ പോലും അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ ഈ സർക്കാർ തയ്യാറായില്ല. സെക്രട്ടേറിയറ്റിന് മുൻപിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും കണ്ണീർ വീണു. സ്ത്രീകളുടെ കണ്ണീർ വീണാൽ സാമ്രാജ്യങ്ങൾ തകരുമെന്നതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പുരാണവും ചരിത്രവും പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഇതിനിടെ സ്വന്തം സഖാവായ ശ്രീമതിയുടെ കണ്ണീരും വീണു. അവരെ പുറത്താക്കി K. മുരളീധരൻ ഇങ്ങനെ പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പിങ്ക് T20 ചലഞ്ചേഴ്സ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കം. ആദ്യ ദിവസത്തെ മത്സരത്തിൽ KCA പേൾസ് 7 വിക്കറ്റിന് KCA റൂബിയെയും KCA എമറാൾഡ് 77 റൺസിന് KCA ആംബറിനെയും തോൽപ്പിച്ചു. 5 വിക്കറ്റുമായി പേൾസ് ക്യാപ്റ്റൻ T. ഷാനിയും അർദ്ധ സെഞ്ചുറിയുമായി എമറാൾഡ് ക്യാപ്റ്റൻ CMC നെച്ചിലയും തിളങ്ങി. 5 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്.
ലോകത്ത് ക്രിക്കറ്റ് കളിക്കുന്ന എത്ര രാജ്യങ്ങളുണ്ട്? ഉത്തരം എന്തായാലും ICCയുടെ പുതിയ രാജ്യാന്തര 2020 റാങ്കിങ്ങിൽ ചരിത്രമാണ്. ഇന്ത്യ ഒന്നാം സ്ഥാനം നിലനിർത്തിയ 2020 റാങ്കിങ്ങിൽ ആകെ ഉൾപ്പെട്ടിരിക്കുന്നത് 100 രാജ്യങ്ങൾ. ഇതാദ്യമായിട്ടാണ് 100 രാജ്യങ്ങൾ ICC റാങ്കിങ്ങിന്റെ ഭാഗമാകുന്നത്. 2019 ICC 2020 റാങ്കിങ് ആരംഭിക്കുന്ന സമയത്ത് 80 ടീമുകളാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഇത്തവണ 20 കൂടി വർദ്ധിച്ച് 100-ൽ എത്തിയിരിക്കുന്നത്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്ന റാങ്കിങ്ങിൽ ഗ്രീസാണ് 100-ാം സ്ഥാനത്തുള്ള ടീം. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, വെസ്റ്റ് ഇൻഡീസ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകളാണ് 2 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങളിലുള്ളത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 112.88 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.